നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 വർഷമായി കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരേ ഒരു വനിതാ നേതാവാണ് ശോഭ സുരേന്ദ്രൻ. 20 വർഷത്തിനിടയിൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കാനാകാതെ പോയിട്ടും രാഷ്ട്രീയ മുഖമായി, സ്ത്രീകളുടെ മുഖമായി അറിയപ്പെടുന്ന ഒരേ ഒരു നേതാവ് ശോഭ സുരേന്ദ്രനാണ്. തെരഞ്ഞെടുപ്പുകളിൽ ഇടത് വലത് മുന്നണികളിലെ പലരും വിജയിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഒരു വനിതകൾക്കും ഉണ്ടാക്കാൻ കഴിയാത്ത അത്രയും ജനപ്രീതി, അത്രയും മാധ്യമ ശ്രദ്ധ, അത്രയും രാഷ്ട്രീയ മുഖമായി നിലനിൽക്കാനുള്ള കഴിവ് ഒക്കെ ശോഭ സുരേന്ദ്രനുണ്ട്. അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാണ്. അതിന് കാരണം അവർ ദിനം ദിനം നേടിയെടുക്കുന്ന ജനപ്രീതിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഓരോ മണ്ഡലങ്ങളെയും കേന്ദ്രീകരിച്ച് പലപ്പോഴും ചർച്ചയാകുന്നത് നേതാക്കന്മാരുടെ, പുരുഷ നേതാക്കന്മാരുടെ പേരുകൾ മാത്രമാണ്. വനിതാ നേതാക്കന്മാർ അവസാന ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് വനിതയെ പരിഗണിക്കേണ്ടേ എന്ന് കരുതി തന്നെയാണ് അങ്ങനെ അവരെ മത്സരിപ്പിക്കാൻ തയ്യാറാകുന്നത് പോലും. കോൺഗ്രസിൽ അത്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ട് പലരും CPM-ലേക്കും പോയിട്ടുമുണ്ട്. CPM-ൽ അത്തരം ആരോപണം ഉണ്ടായാലും വനിതാ നേതാക്കന്മാർ അധികം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടില്ല. അവർ അവിടെ തന്നെ നിലയുറപ്പിക്കുന്നതാണ് കണ്ടത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അല്പമെങ്കിലും ചർച്ചാ വിഷയമായ ഏക CPM നേതാവ്, അത് പോസിറ്റീവ് അർത്ഥത്തിലാണെങ്കിൽ അതൊരു പക്ഷേ KK ശൈലജ മാത്രമാണ്. നെഗറ്റീവ് അർത്ഥത്തിലാണെങ്കിൽ PP ദിവ്യയും. ഏതായാലും KK ശൈലജ ചർച്ചാ വിഷയമായെങ്കിലും ജനപ്രീതിയൊക്കെ നേടി മന്ത്രിയായെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തലക്കടിച്ച് താഴെയിട്ടു. ഏതായാലും പിണറായി വിജയൻ പിന്നീട് തല പൊങ്ങാനെ അനുവദിച്ചിട്ടില്ല. ഇവിടെ കേരളത്തിൽ വേണ്ട എന്ന ഒരു തീരുമാനം, കേരളത്തിലെ എവിടെയും മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനം പോലും എടുക്കാൻ, അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോലും പോകാൻ, അല്ലെങ്കിൽ മത്സരിച്ച് ജയിച്ചാൽ മന്ത്രിയാകാതിരിപ്പിക്കാനുള്ള തീരുമാനമെടുക്കാനൊക്കെ പിണറായി വിജയന് മാത്രമേ കഴിയൂ. ഇപ്പോൾ ശോഭ സുരേന്ദ്രന്റെ പേര് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേൾക്കുമ്പോൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർ മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും എതിരാളികളെ വലിയ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് സാധാരണ കിട്ടുന്നതിന്റെയും ഇരട്ടി വോട്ടുകൾ നേടിക്കൊണ്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. BJPക്ക് എന്നാൽ ഇന്ന് കേരളത്തോടുള്ള ഐക്യവും അസൃഷ്ടതയും ഒക്കെ മാറിയിരിക്കുന്നു. പലരും ഇപ്പോൾ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. ഈ സന്ദർഭത്തിൽ പാലക്കാട് ശോഭ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. പാലക്കാട്ടെ സ്ത്രീകളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് പാലക്കാട് മുൻ MLA സ്ത്രീ വിഷയത്തിലെടുത്ത നിലപാടുകളാണ്. കേരളത്തിലെ സ്ത്രീകൾ, നമുക്കറിയാം, ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് സ്ത്രീകൾ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കണം. ഒരു പെണ്ണുപിടിയനായ ഒരാൾ തങ്ങളുടെ മണ്ഡലത്തിൽ MLA ആയി ഉണ്ടായിരുന്നു. അയാളെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അയാൾക്ക് മറുപടി കൊടുക്കേണ്ടത്, സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർത്തേണ്ടത്, സ്ത്രീകളുടെ ആത്മാഭിമാനം ഇതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവിടുത്തെ സ്ത്രീകൾ ചെയ്യുന്ന വോട്ടുകളായിരിക്കണം. ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത്തരം വോട്ടുകൾ തീർച്ചയായും ശോഭ സുരേന്ദ്രന് അനുകൂലമാക്കണം. ശോഭ സുരേന്ദ്രൻ എന്ന വനിതാ നേതാവ്, അവർ ഒരു രാഷ്ട്രീയ മുഖമായി ഇത്രയും കാലം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഗൗരിയമ്മ അടക്കം നോക്കിയാൽ, ഗൗരിയമ്മ കഴിഞ്ഞാൽ ഒരുപക്ഷെ രാഷ്ട്രീയ മുഖമായി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ, അത് ശോഭ സുരേന്ദ്രനാണ്. ഇതിനുശേഷം പല വനിതാ നേതാക്കളെയും BJP അവതരിപ്പിച്ചെങ്കിലും ആർക്കും പച്ച തൊടാനേ കഴിഞ്ഞിട്ടില്ല. ഈ നിമിഷം വരെ അതിനുള്ള സാധ്യതകളും ഉണ്ടായിട്ടില്ല. എന്നാൽ ശോഭ സുരേന്ദ്രൻ ജാതി മത കക്ഷി രാഷ്ട്രീയ വർഗ വർണ്ണഭേദമന്യേ ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ വലിയ രീതിയിൽ വിജയം കൈവരിക്കുന്ന ഒരാളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തിക്കാട്ടുന്ന രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അവർക്ക് വിജയത്തിലെത്താൻ കഴിയാതെ പോയത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ വിജയിച്ച് കയറണം. സ്ത്രീകളുടെ ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും ഉയർത്തിക്കാട്ടുന്ന നടപടി കൂടിയായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. ഈ വനിതാ ദിനം കഴിഞ്ഞു പോയതേ ഉള്ളൂ. വരുന്ന വനിതാ ദിനത്തിൽ ഒരു MLA എന്ന രീതിയിൽ അവർ ഈ നിയമസഭയിൽ ഉണ്ടാകണം. പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ VD സതീശനെതിരെ, കേരളത്തിലെ പുരുഷ നേതാക്കന്മാർക്കെതിരെ പ്രതിരോധമുയർത്താൻ കഴിയുന്ന ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർ നിയമസഭയിലെത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. അവർ നിയമസഭയിലെത്തിയാൽ നിയമസഭയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതാൻ വിധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ മാറ്റി എഴുതാൻ കഴിവുള്ള സ്ത്രീയായി അവർ മാറുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട. പാലക്കാട് ജനങ്ങളോടാണ്, നിങ്ങൾക്ക് ശോഭ സുരേന്ദ്രൻ മുന്നിൽ കിട്ടിയിരിക്കുകയാണ്.
രാഹുൽ മാങ്കൂട്ടമെന്ന പെണ്ണുപിടിയനോട്, രാഹുൽ മാങ്കൂട്ടമെന്ന ആ പെണ്ണുപിടിയനായ MLA ഒരു പാഠം പഠിപ്പിക്കാൻ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ അവസരമാണത്. അത് കൃത്യമായി തന്നെ കേരളത്തിലെ സ്ത്രീജനങ്ങൾ, പാലക്കാട് സ്ത്രീജനങ്ങൾ അത് വിനിയോഗിക്കുമെന്ന പ്രതീക്ഷയാണ് ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ എനിക്കുമുള്ളത്. തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ വിജയിച്ചു വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ മുഖമായി രാഷ്ട്രീയ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വ്യക്തതയോടെ, കൂടുതൽ ശോഭയോടെ ഉദിച്ചുയരേണ്ടത് കേരളത്തിലെ സ്ത്രീകളുടെ ആവശ്യമാണ്. അവരുടെ അന്തസ്സിന്റെ, ആത്മാഭിമാനത്തിന്റെ ആവശ്യം കൂടിയാണ്.